ഹലോ ഗൈസ്, അനിമെന്റോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വാഗബോണ്ടിന്റെ ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള 25-26 എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. കാര്യം നമ്മുടെ വാഗബോണ്ടിന് ഇപ്പോഴും കാര്യമായിട്ട് ആ ഒരു സപ്പോർട്ട് വന്നിട്ടില്ല. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇനി ഒട്ടും സമയങ്ങളാ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ യോഷിയോക്ക സ്കൂളിൽ ആ പരിക്ക് പറ്റിയ ശിഷ്യന്മാരെ ഓരോരുത്തരെയായിട്ട് സ്ട്രക്ചറിൽ എടുത്തുകൊണ്ട് പോവാണ്. മുസാഷി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്, എന്നെ കൊണ്ട് ഇവരെ തോൽപ്പിക്കാൻ പറ്റും, എനിക്ക് ഈ യോഷിയോക്ക സ്കൂളിനെ തോൽപ്പിക്കാൻ കഴിയും, എൻ്റെ സ്കില്ല് വെച്ച് എനിക്ക് ഈ നാട്ടിലെ ഏറ്റവും ബെസ്റ്റ് സ്പോർട്സ്മാനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയും, എന്നെ കൊണ്ട് അതിന് പറ്റും. ഇപ്പോൾ ഇവിടുത്തെ മെയിൻ ശിഷ്യനായിട്ടുള്ള യുവേഡ റോഹൈ മുന്നിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ അയാൾ ചോദിക്കുകയാണ്, മുസാഷി നിന്റെ മാസ്റ്റർ ആരാണെന്ന്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് മാസ്റ്റേഴ്സ് ഒന്നുമില്ല, എന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് പരുവപ്പെടുത്തിയെടുത്തത് എൻ്റെ അച്ഛനായിട്ടുള്ള ഷിൻമെൻ മുനിസായി ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഈ ഷിൻമെൻ മുനിസായി എന്നുള്ള പേര് കേട്ടിട്ട് റോഹൈ ഒന്ന് ഞെട്ടുന്നുണ്ട്. ഇപ്പോൾ അച്ഛനല്ലാതെ എനിക്ക് വേറെ ടീച്ചേഴ്സ് എന്ന് പറയാനുള്ളത് കാടും മലയും പിന്നെ കാട്ടിനുള്ളിലെ മറ്റ് ജീവജാലങ്ങളുമാണെന്ന് ഇവൻ പറയുന്നു. എന്നാൽ നമുക്ക് ഫൈറ്റ് ആരംഭിച്ചാലോ എന്ന് ഇപ്പോൾ യുവേഡ റോഹൈ ഇവനോട് ചോദിക്കുന്നുണ്ട്. ശരി, ഫൈറ്റ് തുടങ്ങാം. ഇപ്പോൾ മുസാഷിയുടെ ഈ കോൺഫിഡൻസ് കണ്ടിട്ട് ആ ശിഷ്യന്മാരെല്ലാം ഞെട്ടുന്നുണ്ട്. കാര്യം യുവേഡ റോഹൈ എന്ന് പറയുന്നത് മാസ്റ്റർ സ്പോർട്സ്മാൻ ആണ്. മുസാഷി ആണെങ്കിൽ പ്രത്യേകിച്ച് ഒരു സ്റ്റൈലും മാസ്റ്റർ ചെയ്തിട്ടില്ല താനും. ഇപ്പൊ അവനെ ഇവന്മാരെല്ലാം കൂടെ കളിയാക്കുന്നുണ്ട്. അവൻ പറഞ്ഞത് കേട്ടില്ല, അവന്റെ ടീച്ചർ കാടാണ് പോലും. ഇവൻ എന്താ കുരങ്ങൻ വല്ലോ ആണോ, ഏതോ പട്ടിക്കാട്ടിന്ന് വന്നിരിക്കുക. ഇപ്പോൾ റോഹേയും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അതായത് മുസാഷി ഒരു പ്രത്യേക സ്റ്റൈലിലൊന്നും അല്ല ഫൈറ്റ് ചെയ്യുന്നത്. അവൻ ആ വാള് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് പോലും ഒരു സ്കിൽഡ് ആയിട്ടുള്ള സ്പോർട്സ്മാനെ പോലെ പ്രത്യേക ഫോമിലൊന്നും അല്ല. ഇപ്പോൾ ഇവിടെ കൂടി നിൽക്കുന്ന ശിഷ്യന്മാർ പറയുന്നുണ്ട്, ഈ യുവേഡ റോഹയ്ക്ക് ഇവിടുത്തെ സെയ്ജുറോയും ഡെൻഷിച്ചിറോയും പോലെ തന്നെ കഴിവുണ്ട്. ഈ യോഷിയോക്ക സ്കൂളിന്റെ ഫൗണ്ടറായിട്ടുള്ള യോഷിയോക്ക കെംബോയുടെ ശിഷ്യനായിരുന്നു ഈ റോഹൈ. യോഷിയോക്ക സ്കൂളിന്റെ ഒരു അഭിമാനം എന്ന് വേണമെങ്കിൽ പറയാം. ഈ സ്കൂളിന്റെ ഹെഡ് ആവാൻ പോകുന്നത് റോഹൈ ആയിരിക്കുമെന്ന് വരെ മുൻപ് റൂമേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ റോഹൈ ചിന്തിക്കുന്നത് ഈ ഷിൻമെൻ മുനിസായിയെ പറ്റിയാണ്. ഷിൻമെൻ മുനിസായിയുടെ മകൻ യോഷിയോക്ക സ്കൂളിനെ ചലഞ്ച് ചെയ്യാനായി വന്നിരിക്കുന്നു. മാസ്റ്റർ കെംബോ, ഈ വന്നിരിക്കുന്ന മിയാമോട്ടോ മുസാഷി നമ്മുടെ സ്കൂളിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇപ്പം മുസാഷി ആണെങ്കിൽ അറ്റാക്ക് ചെയ്യാനായിട്ട് മുന്നേക്ക് ചാടുകയാണ്. ഇപ്പൊ റോഹൈ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, കുറഞ്ഞ പക്ഷം ഞാൻ ഇവന്റെ ഒരു കയ്യെങ്കിലും അടിച്ചൊടിക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഇപ്പൊ മുസാഷിയുടെ അറ്റാക്ക് റോഹൈ തടയുന്നുണ്ട്. ഇവന് നല്ല കരുത്തുണ്ടല്ലോ എന്ന് ഇപ്പൊ റോഹൈ ചിന്തിക്കുന്നുണ്ട്. ഇവന് നല്ല അസാമാന്യ കരുത്തുമുണ്ട്, ഇവൻ നല്ല ഭംഗിയായിട്ട് വാളും വീശുന്നുണ്ട്. ആ ഒരു അടി നേരെ തലയ്ക്ക് കിട്ടിയ തലയോട്ടി തകരാൻ അത് മതി. മിസ്റ്റർ റുവേഡ, നിങ്ങൾ ഇവിടെ എത്രാം നമ്പറിലുള്ള ആളാണ്? നമ്പരോ? അതായത് ഒരു ഫൈറ്റർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഈ ക്യോട്ടോയിൽ എത്രാം റാങ്ക് ആണുള്ളത്? എനിക്കത് അറിയണം, പ്ലീസ് ഒന്ന് പറയാമോ? ഇപ്പോൾ അത് അറിഞ്ഞിട്ട് എന്തിനാണെന്ന് റോഹൈ ചോദിക്കുന്നു. ഇപ്പോൾ മുസാഷി പറയുന്നുണ്ട്, ഞാനൊരു നാട്ടിൻപുറത്തുകാരനാണ്, ഞാൻ ഈ ക്യോട്ടോയിലേക്ക് വന്നത് തന്നെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സ്കിൽഡ് ആയിട്ടുള്ള ഫൈറ്റേഴ്സ് ഉള്ളത്. സോ ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ്, അതായത് ക്യോട്ടോയിലെ ഏറ്റവും കരുത്തനായ മനുഷ്യനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. ഇവനൊരു ഭൂലോക പൊട്ടൻ തന്നെയാണല്ലോ. ഇപ്പോൾ റോഹൈ നല്ല കരുത്തനാണെന്ന് എനിക്കൊരു ഫീലിംഗ് കിട്ടിയെന്ന് മുസാഷി പറയുന്നുണ്ട്. അതേടാ, അദ്ദേഹത്തിന് നല്ല കരുത്തുണ്ട്, നീ തീർന്നടാ, നീ അങ്ങേരുടെ മുന്നിൽ ഒന്നുമല്ല. അപ്പോൾ ഞാൻ നിങ്ങളുടെ റാങ്ക് ചോദിച്ചത് എന്തിനാന്ന് വെച്ചാൽ, നിങ്ങളെ തോൽപ്പിച്ച് കഴിയുമ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടുമല്ലോ. അതായത് ഈ സൂര്യന് താഴത്തെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയാകുക എന്നുള്ള എൻ്റെ ലക്ഷ്യത്തിൽ ഞാനിപ്പോൾ എത്രാമത് പൊസിഷനിലാണ് നിൽക്കുന്നതെന്ന്. ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ ഇടിച്ചു കയറി കരുത്തിനെ പറ്റി വലിയ വായിൽ ഇങ്ങനെ വർത്തമാനം അടിക്കാൻ ആർക്കാണ് ധൈര്യം എന്ന് ചോദിച്ചുകൊണ്ട് ഡെൻഷിച്ചിരോ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ഈ ശബ്ദം കേട്ട് മുസാഷി റോഹൈയും അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. യോഷിയോക്ക സ്കൂളിന്റെ അഭിമാനം ഓരോ ദിവസം കഴിയും തോറും നശിച്ചുകൊണ്ടിരിക്കുക. ഇതിനെല്ലാം കാരണം എൻ്റെ ചേട്ടനാണ്. അവൻ സുഖം മാത്രം നോക്കി കണ്ടടം നിരങ്ങി നടന്നിങ്ങനെ പൊട്ടം കളിക്കുക. ഇപ്പോൾ റോഹൈയോട് നിർത്തിക്കോളാൻ ഡെൻഷിച്ചിറോ പറയുന്നുണ്ട്. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റോഹൈ കുറച്ച് സോഫ്റ്റ് ആണ്. പുള്ളി ഈ മുസാഷിയെ കൊല്ലണമെന്നൊന്നും ചിന്തിക്കില്ല, കയ്യോ കാലോ ഓടിക്കണമെന്നേ ചിന്തിക്കൂ. പക്ഷേ കയ്യോ കാലോ ഓടിച്ചെന്ന് വെച്ച് ഇവന്റെ സംസാരം നിൽക്കാൻ പോകുന്നില്ല എന്ന് ഡെൻഷിച്ചിറോ പറയുന്നു. യോഷിയോക്ക സ്കൂളിന്റെ അഭിമാനം നശിപ്പിക്കാൻ ഞാൻ ഇവനെ അനുവദിക്കില്ല, ഇവനെ ഞാൻ എൻ്റെ കൈകൊണ്ട് കൊല്ലും. ഇപ്പോൾ മുസാഷി ഡെൻഷിച്ചിറോ എടുത്ത് നിങ്ങൾ ഈ സ്കൂളിന്റെ ഹെഡായിട്ടുള്ള സെയ്ജിറോ ആണോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ ഇത് കേട്ടിട്ട് അവിടെ നിൽക്കുന്ന ശിഷ്യന്മാരൊക്കെ ഇവൻ ഭൂലോക പൊട്ടനാണല്ലോ എന്ന് പറയുന്നു. ഇപ്പൊ ഈ നിൽക്കുന്നത് സെയ്ജിറോ ആണെന്ന് വിചാരിച്ചിട്ട് മുസാഷി പുള്ളിയെ ഒരു ഫൈറ്റിനായിട്ട് വെല്ലുവിളിക്കുകയാണ്. ഇപ്പൊ ഇവൻ ഇങ്ങനെ എടുത്തടിച്ച പോലെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന കണ്ടിട്ട് റോഹൈ ഞെട്ടുന്നുണ്ട്. അവിടെ നിൽക്കുന്ന ശിഷ്യന്മാരാണെങ്കിൽ പറയുന്നുണ്ട്, നീ ആരോടായി സംസാരിക്കുന്നതെന്നാ നിന്റെ വിചാരം? പോയി കുറച്ച് സാമാന്യ മര്യാദ പഠിച്ചിട്ട് വാ, തിരിച്ച് കാട്ടിലേക്ക് വല്ലതും പോടാ എന്നൊക്കെ. ഞാൻ ഈ സ്കൂളിന്റെ ഹെഡ് തന്നെയാണ്, എനിക്കത് മനസ്സിലായി. ഞാൻ യോഷിയോക്കയാണ്, ഈ യോഷിയോക്ക സ്കൂളിലെ മാസ്റ്ററാണ് ഞാൻ. നിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ എനിക്ക് സമ്മതമാണ്. ആരെങ്കിലും ഇവനൊരു വാള് കൊടുക്ക്. ശിഷ്യന്മാരാണെങ്കിൽ വാള് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ഡെൻഷിച്ചിറോയുടെ അടുത്ത് നിങ്ങൾ ഒരിക്കലും ഇപ്പൊ ഈ ഫൈറ്റിന് ഇറങ്ങരുതെന്ന് ഉവേഡ പറയുന്നു. അപ്പോൾ ഡെൻഷിച്ചിറോ ആണെങ്കിൽ ഉവേഡ അടുത്ത് മാറാനായിട്ട് പറയുന്നുണ്ട്. യോഷിയോക്ക സ്കൂളിനെ മുന്നിൽ നിന്ന് നയിക്കാൻ എന്തുകൊണ്ട് യോഗ്യൻ നിങ്ങളാണെന്ന് കാലം തെളിയിക്കും.
നിങ്ങൾ മാസ്റ്റർ ഡെൻഷിച്ചിറോയാണ്. ഈ സ്കൂളിന്റെ മാസ്റ്റർ എന്ന നിലയ്ക്ക് ഇവനെ പോലെയുള്ള ഒരാളുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്ത് നിങ്ങളുടെ വില കളയരുത്. അതല്ല ഇവൻ ചാകണമെന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കൊല്ലാം എന്നൊക്കെ ഉവേട പറയുന്നുണ്ട്. ഇപ്പോൾ ഉവേട പറയുന്നതൊക്കെ കേട്ട് ഡെൻഷിച്ചിറോ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഡെൻഷിച്ചിറോയോ? അപ്പോൾ ഇത് സെയ്ജിറോ അല്ലേ? ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ജിയോൺ ടോജി അവിടെ നിന്നിട്ട് നീ എന്താണ് ഉവേട ഇങ്ങനെ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നു മുതലാ ഈ യോഷിയോക്ക സ്കൂളിന് 2 മാസ്റ്റർമാരുണ്ടായത്? ജിയോൺ ടോജി. ഇപ്പോൾ നോക്കിയാ ഞാൻ എത്തി കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സെയ്ജിറോ കള്ളും കുപ്പിയൊക്കെ കൈ പിടിച്ചോണ്ട് വരുന്നുണ്ട്. സെയ്ജിറോ ഇപ്പൊ ആ സ്ട്രീറ്റിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ആ പെണ്ണുങ്ങളോട് കോഴിത്തരവും കാണിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരുന്ന ആ സാമുറായിയാണ് യോഷിയോക്ക സെയ്ജിറോ എന്നറിഞ്ഞപ്പോൾ നമ്മുടെ മുസാഷി ഞെട്ടുന്നുണ്ട്. ഈ സ്കൂളിന്റെ ഹെഡായിട്ടുള്ള യോഷിയോക്ക സെയ്ജിറോ നീയാണോ? ഇപ്പൊ മുസാഷിയെ സെയ്ജിറോയി റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഇതാ ട്രെയിനിങ്ങിന് വന്നിരുന്ന സാമുറായി അല്ലേ, നിന്നോട് ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ വാൺ ചെയ്തതല്ലേ, എന്നിട്ട് നീ വന്നു അല്ലേ? സെയ്ജിറോ നിനക്ക് ഇയാളെ അറിയോ? ഞാൻ ഇന്ന് സ്ട്രീറ്റിൽ വെച്ച് ഇവനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോ മുസാഷിയുടെ നെഞ്ചിടിക്കുന്നുണ്ട്. കാര്യം സ്ട്രീറ്റിൽ വെച്ച് ഈ പുള്ളിക്കാരൻ വാൾ കൊണ്ടൊരു ഡെമോ കാണിച്ചതാണല്ലോ. അപ്പോ ഇതാണോ യോഷിയോക്ക സെയ്ജിറോ? ഇപ്പോൾ സെയ്ജിറോ ആണെങ്കിൽ മുസാഷിയെ മൈൻഡ് ആക്കാതെ അങ്ങ് മാറിപ്പോവാണ്. ഇനി നമ്മളെ കാണിക്കുന്നത് സ്കൂളിന്റെ പുറത്തിരിക്കുന്ന മത്തഹാച്ചിയുടെ കുറച്ച് കാര്യങ്ങളാണ്. അവൻ പറയുന്നുണ്ട് എല്ലാം തീർന്നു. ആദ്യം ഡെൻഷിച്ചിറോ കയറി വന്നു, ഇപ്പൊ ദേ സെയ്ജിറോയും ടോജിയും തിരിച്ചു വന്നിരിക്കുന്നു. ആ അകത്തുള്ള സാമുറായി 5 ശിഷ്യന്മാരെ ഓൾറെഡി തോൽപ്പിച്ചു. അതിലാരെങ്കിലും ഒക്കെ ചിലപ്പോൾ ചത്തും കാണും. അതുകൊണ്ട് എന്തായാലും ഇവരവനെ ഇനി ഇവിടുന്ന് ജീവനോടെ വിടാൻ പോകുന്നില്ല. അവന്റെ പണി തീർന്നെന്നാ തോന്നുന്നത്. ഞാൻ ഇനി ഇവിടെ എന്ത് കോപ്പ് കാണിക്കാൻ ഇരിക്കുക? യുവന്മാരുടെ കയ്യിലെങ്ങാനും ചെന്ന് പെട്ടാൽ ഞാനും ചാവും. എത്രയും പെട്ടെന്ന് വീട് പിടിക്കാൻ നോക്കുന്നതാ ബുദ്ധി. പക്ഷെ അതിനെനിക്ക് പോകാൻ വീടുണ്ടോ? ആ ഒക്കോ താമസിക്കുന്ന നശിച്ച സ്ഥലത്തേക്ക് ഞാൻ ഇനി തിരിച്ചു പോകുന്നില്ല. ഇപ്പൊ അകത്ത് സെയ്ജിറോ ഒരു കള്ളും കുപ്പി എടുത്തിട്ട് മുസാഷിയുടെ നേർക്ക് നീട്ടുന്നുണ്ട്. ഇത് നാദാ സിറ്റിയിൽ നിന്ന് കൊണ്ടുവന്ന നല്ല സ്പെഷ്യൽ സാക്കയാണ്. ഐറ്റം യമണ്ടനാ. നീ ഇതും മേടിച്ചോണ്ട് വീട്ടിൽ പോകാൻ നോക്ക്. ഇപ്പൊ ഇത് കേട്ടിട്ട് ഡെൻഷിച്ചിറോയ്ക്കൊക്കെ ദേഷ്യം വരുന്നുണ്ട്. അതായത് ഇത്രയും ചെയ്തവനെ അങ്ങ് വെറുതെ വിടാൻ പോവാണോന്ന് ആലോചിച്ച്. ഇപ്പൊ എല്ലാവരും ഇത് കേട്ടിട്ട് ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. മുസാഷി ആണെങ്കിൽ ഇപ്പോൾ ഒറ്റയടിക്ക് ആ കള്ളും കുപ്പി പൊട്ടിക്കുന്നുണ്ട്. ഞാനൊരു നാട്ടുംപുറത്തുകാരനാ, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഹൈ ക്വാളിറ്റി മദ്യത്തിന്റെ വിലയൊന്നും മനസ്സിലാക്കാനുള്ള എക്സ്പീരിയൻസ് ഇല്ല. ഇപ്പോൾ സെയ്ജിറോ ഇവനീ ചെയ്തത് കണ്ടിട്ട് ആശ്ചര്യപ്പെടുന്നുണ്ട്. അവിടെയുള്ള ശിഷ്യന്മാരൊക്കെ ആണെങ്കിൽ ഇത് കണ്ടിട്ട് ഞെട്ടുകയാണ്. നിന്റെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ മിയാമോട്ടോ എന്ന് ഇപ്പോൾ റിയോഹെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ മുസാഷി സെയ്ജിറോയോട് പറയുന്നുണ്ട്, പ്രശസ്തനായ യോഷിയോക്ക സെയ്ജിറോ എന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ പ്രോത്സാഹന സമ്മാനവും മേടിച്ച് ഞാൻ വീട്ടിൽ പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഡെൻഷിച്ചിറോയും റിയോഹയും ഒക്കെ മുസാഷിയുടെ ഈ അമിതമായിട്ടുള്ള കോൺഫിഡൻസ് കണ്ട് ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. ടോജി ആണെങ്കിൽ ഇവൻ ഇതാരടാ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. നിന്റെ ദേഹം ആകെ വിറയ്ക്കുന്നുണ്ടല്ലോ മുസാഷി. ഇപ്പോൾ സെയ്ജിറോയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ മുസാഷിയുടെ ദേഹം ഫുള്ളൊരു വിറയലുണ്ട്. ഇപ്പോൾ അവിടെയുള്ള ശിഷ്യന്മാരൊക്കെ ഇത് കണ്ടിട്ട് മുസാഷിയെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. നീ അപ്പോൾ വെറും വായ്ത്താളം മാത്രമേ ഉള്ളല്ലേ എന്നൊക്കെ അവന്മാർ ചോദിക്കുന്നുണ്ട്. ഈ ദേഹം വിറയ്ക്കുന്നത് നിൽക്കുന്നില്ലല്ലോ എന്ന് മുസാഷി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, മാസ്റ്റർ സെയ്ജിറോ, ഞാൻ എന്റെ മുഴുവൻ ശക്തിയും എടുത്ത് നിങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ അതിന് തയ്യാറാണോ? ഇപ്പൊ ഇതൊക്കെ പുറത്തു നിന്ന് കേൾക്കുന്ന മത്തഹാച്ചി പറയുന്നുണ്ട്, അകത്തുള്ള ആ സാമുറായി, നിങ്ങൾ ആരായാലും നിങ്ങൾക്ക് എന്റെ ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് യോഷിയോക്ക സ്കൂളിനെ ചലഞ്ച് ചെയ്യുന്നു. അതെന്നെ വല്ലാതെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. അതെനിക്ക് വലിയൊരു ധൈര്യം തരുന്നുണ്ട്. ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു എന്ന് എനിക്ക് ഒന്നുകൂടി ഒന്ന് ഓർക്കാൻ നിങ്ങളുടെ ഈ പ്രവൃത്തി വലിയൊരു സഹായമായി. കയ്യിലൊരു കുന്തം മാത്രം പിടിച്ചുകൊണ്ടാണ് ഞാൻ സെക്കുഗഹാര യുദ്ധത്തിന് പോയത്. എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. അതെല്ലാം വീണ്ടും എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നതിന് നന്ദി. എനിക്ക് സമയം ഒട്ടും വൈകിട്ടില്ല. തീർച്ചയായും എനിക്കും കരുത്തനാകാൻ സാധിക്കും. ഞാൻ സ്വന്തമായിട്ടൊരു പേരുണ്ടാക്കി എടുത്തിരിക്കും. അകത്തൊന്നും ശരിക്ക് കാണാനും പറ്റുന്നില്ലല്ലോ. അവര് നിങ്ങളെ ഇതുവരെ കൊന്നിട്ടില്ലെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാനൊരു ഭൂലോക തോൽവിയാണ്. ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഓടിപ്പോയവനാണ്. അന്ന് അവനെ 12 കണക്കിന് കൊള്ളക്കാരെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഒറ്റയ്ക്ക് കയറിപ്പോയി. ഇപ്പോൾ നിങ്ങൾ ഈ യോഷിയോക്ക സ്കൂളിൽ ഫൈറ്റ് ചെയ്യുന്നത് പോലെ. ഞാനാണെങ്കിൽ അവൻ്റെ പുറകെ പോയി അവനെ സഹായിക്കാതെ അവിടെ തന്നെ മരവിച്ച് നിന്നു. എൻ്റെ കയ്യിൽ വാളൊന്നും ഇല്ലായിരുന്നല്ലോ. ഞാനാകെ പേടിച്ചുപോയി. ആകെ തലയുടെ വെളിവ് പോയി ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. അന്ന് എൻ്റെ കൂട്ടുകാരനെ മരിക്കാൻ വിട്ടിട്ട് ഞാൻ സർവൈവ് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ ശൂന്യമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുന്നു. ഇല്ല, എന്നെക്കൊണ്ട് ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. എനിക്ക് ഉയരങ്ങളിലെത്തിയേ പറ്റൂ. ഇപ്പോൾ അകത്താണെങ്കിൽ നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എങ്ങനെ ധൈര്യം വരുന്നടാന്ന് ചോദിച്ചിട്ട് ഡെൻഷിച്ചിറോ ഒരു കമ്പെടുത്തിട്ട് മുസാഷിയുടെ നേർക്ക് എറിയുന്നുണ്ട്. അതുപോയി ആ സൈഡിൽ ഭിത്തിയിൽ ഇങ്ങനെ തറച്ചു നിൽക്കുകയാണ്. ഡെൻഷിച്ചിറോ നിർത്തുമെന്ന് ഇപ്പോൾ റിയോഹെ പറയുന്നുണ്ട്. ഇപ്പോൾ സെയ്ജിറോ ആണെങ്കിൽ ഇതൊന്നും മൈൻഡ് ആക്കാതെ മുസാഷി അടിച്ചുടച്ച ആ കള്ളുംകുടത്തിനെ പറ്റി പറയുകയാണ്. നല്ല കിടിലൻ മദ്യം വേസ്റ്റ് ആയി പോയല്ലോ, ആരെങ്കിലും ഇതൊന്നും ഒന്ന് ക്ലീൻ ചെയ്തേന്ന് ഇപ്പോൾ പുള്ളി പറയുന്നുണ്ട്. ഇപ്പോൾ ഡെൻഷിച്ചിറോ മുന്നോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ഹേയ്, ഈ യോഷിയോക്ക സ്കൂളിന്റെ ഹെഡ് കാര്യങ്ങൾ ഇത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പാടില്ലെന്ന്. ഈ കാട്ടുകുരങ്ങനെ ഞാൻ ഇന്ന് ഒറ്റ അടിക്ക് കൊല്ലും. ഇവന്റെ ഒന്നും ഞാൻ ബാക്കി വെക്കില്ല.
അങ്ങനെയാണ് ഈ യോഷിയോക്ക കാര്യങ്ങൾ ഡീൽ ചെയ്യാറുള്ളത്. ഇപ്പം മുസാഷി ആണെങ്കിൽ ഡെൻഷിച്ചിറോയെ ചുമ്മാ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇവിടുത്തെ മാസ്റ്റർ ആണെന്നും പറഞ്ഞ് എന്നെ പറ്റിച്ചതല്ലേ, ഇപ്പൊ എന്താ ഈ ഫേക്ക് മാസ്റ്ററിന് എന്നോട് ഫൈറ്റ് ചെയ്യണമെന്നാണോ ആഗ്രഹം എന്നൊക്കെ അവൻ ചോദിക്കുന്നു. ഇപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ഡെൻഷിച്ചിറോയ്ക്ക് നല്ല രീതിക്ക് കലിച്ചു കയറുന്നുണ്ട്. അവൻ നിങ്ങളെ ചുമ്മാ പ്രൊവോക്ക് ചെയ്യുകയാണ്, പ്രൊവോക്ഡ് ആവരുതെന്ന് ഇപ്പൊ റിയോഹയെ വിളിച്ചു പറയുന്നുണ്ട്. ഇപ്പം മുസാഷി വീണ്ടും പ്രൊവോക്ക് ചെയ്യുകയാണ്, അതായത് ഈ സ്കൂളിന്റെ ഹെഡായിട്ടുള്ള നിങ്ങളുടെ ചേട്ടനേക്കാൾ സ്ട്രോങ്ങർ ആണ് നിങ്ങൾ എന്നാണോ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നു. ഇപ്പൊ ടോജി പറയുന്നുണ്ട് ഡെൻഷിച്ചിറോയ്ക്ക് ആകെ പിടിവിട്ട് നിൽക്കുകയാണ്, മിയാമോട്ടോ മുസാഷിയെ മിക്കവാറും ഇന്ന് അവൻ തീർക്കുമെന്ന്. ഇപ്പൊ മുസാഷി ഇങ്ങനെ തലയിൽ തട്ടിക്കൊണ്ട് പറയുന്നുണ്ട്, നിന്റെ തലയുടെ ദേ ഈ ഭാഗം ഞാൻ ഇന്ന് അടിച്ചു പൊളിക്കുമെന്ന്. ഇപ്പൊ ഇതൂടെ ആയപ്പോഴത്തേക്ക് ഡെൻഷിച്ചിറോയ്ക്ക് ആകെ വട്ടളകി. എന്നാ ചാവടാ നീ എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി ഇപ്പൊ വാളെടുക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. പുള്ളിക്കാരൻ ഉറയിൽ നിന്ന് ആ വാൾ എടുക്കുന്നതിന് മുന്നേ തന്നെ ഇപ്പൊ താഴെ ഇരുന്ന സെയ്ജുറോ വാൾ എടുത്തിട്ട് മുസാഷിയുടെ നേർക്ക് വീശിക്കഴിഞ്ഞു. ഇപ്പൊ മുസാഷിയുടെ കയ്യിലിരുന്ന ആ തടി കൊണ്ടുണ്ടാക്കിയ വാള് രണ്ടായിട്ട് മുറിഞ്ഞു. അതേപോലെ അവന്റെ നെറ്റിയിലും ഒരൊറ്റ സ്ലാഷ്. അപ്പൊ ഇതെല്ലാം മിന്നൽ വേഗത്തിലാണ് നടന്നത്. അപ്പൊ ഈ സെയ്ജുറോയുടെ ഈ സ്പീഡ് കണ്ട് വീണ്ടും അതിശയിച്ച് നിൽക്കുന്ന മുസാഷിയെ കാണിച്ചാണ് നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ പറഞ്ഞൊന്നും മറക്കണ്ട, വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, പിന്നെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.